ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ഞങ്ങൾക്കൊരു ചക്ക കിട്ടി. അപ്പോൾ ചക്ക പരിപാടിയാണ് രാവിലത്തെ. വറുക്കാൻ എടുക്കുകയാണ്, ഒന്ന് പഠിപ്പിക്കാൻ വെച്ചു. ഞങ്ങൾക്ക് ചക്ക എല്ലായിടത്തും ഒന്ന് കൊണ്ടുവന്നതാണ്. അയ്യോ ദശനി അമ്മയ്ക്ക് ഫേവറേറ്റ് ചക്കക്കുരു, ചക്കയുടെ കൂള് എല്ലാം എല്ലാം എടുക്കും ഞങ്ങൾ. അത് ചക്കയുടെ കൂണ് വെച്ച് ഞങ്ങൾ തോരൻ ഉണ്ടാക്കും. അത് ചിക്കൻ്റെ ഫ്ലേവർ പോലെ ഇരിക്കും. ഇന്ന് ഇതിപ്പം ഞങ്ങൾ ഉപ്പേരി വറക്കാനല്ലേ അമ്മേ? ഉപ്പേരി വറക്കാനും പിന്നെ ഞങ്ങൾക്ക് പഴുപ്പിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചക്കക്കൊതിയനുണ്ട്, കാവലിരിക്കും. ഇഷ്ടമാണ് ഉപ്പേരി. ചെറുമകന് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പേരി. അതിന് ഒരാളുണ്ട് ചക്ക തന്നാണ്. അതിന് ഒന്ന് പഴുപ്പിക്കാൻ പറ്റൂ, ഒന്ന് വറക്കാൻ ഒരുങ്ങിയാണ്. അവൻ കാവലിരിക്കുക ചക്കയ്ക്ക് പഴുത്താണോ പച്ചയാണോ എന്ന് അറിയാൻ വേണ്ടി. അത്രയ്ക്ക് ഇഷ്ടമാണ് ചക്ക. ഞങ്ങൾക്ക് ഇപ്രാവശ്യം ചക്കയില്ല. നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി ഉണ്ടായിരുന്നില്ലേ അമ്മേ? ഇഷ്ടം പോലെ ചക്ക എല്ലാവർക്കും കൊടുക്കുമായിരുന്നു അല്ലേ? ഞങ്ങൾക്ക് ചക്ക ആരും തരാനുമില്ല. ഞങ്ങളിപ്പോൾ കേഴു ഓരോരുത്തരോട്. കൊച്ചുമോൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിനെന്താ ചേച്ചി ഞാൻ തരാം, പഠിപ്പിക്കാനും തരാം, പച്ചയും തരാമെന്ന് പറഞ്ഞു. ചക്ക എടുത്തോണ്ട് രാവിലെ മോള് പോയി എടുത്തോണ്ട് വന്നു. അതൊന്ന് പഠിപ്പിക്കാൻ വെച്ച് ഒന്ന് വറക്കാൻ ഭാവിക്കുക. അപ്പോൾ ഞങ്ങൾ ചക്ക വറക്കുന്ന തിരക്കിലാണ് രാവിലെ. അപ്പം ചക്ക വറക്കുന്നതൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. അനിയത്തി ഇവരുടെ കാര്യം പറയുമായിരുന്നു. അനിയത്തി മോൾ ഇവരുടെ തെക്കല. ആർക്ക് പണം വേണമെന്നില്ല. ഉള്ളവരൊന്നും അവർ പറഞ്ഞു കോടീശ്വരനായിരുന്നു. നല്ല ചക്കയല്ലേ അമ്മേ? നല്ല വറക്കാനും നല്ലതാ. അവർ പറഞ്ഞു തന്ന്. നമുക്ക് വേവിച്ചിട്ട് നോക്കാം. മാവേലിക്കര സപ്ലൈക്കോ സാധനത്തിനെല്ലാം വിലക്കുറവാണ്. ആണോ? സപ്ലൈക്കോയിൽ പോയി മേടിക്കാനും സാധനം എല്ലാത്തിനും വിലക്കുറവാണ്. അരിയുടെ അരി സംശയമാണ്. അരി എന്താ റേഷൻ അരിയാണോ? അല്ലല്ലോ, അത്ര ഗുണമുള്ള അരിയല്ല. ചിലപ്പോൾ എനിക്ക് അരിയെ പറ്റിയൊന്നും അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം വെള്ള അരി. അവിടെ വെള്ള അരിയാ. ഒരു വട്ടം മേടിച്ചു നോക്കായിരുന്നു, കൊള്ളാമോ? നമ്മൾ ഇച്ചിരി മേടിച്ചോണ്ട് വന്ന് കൊള്ളത് നമുക്ക് ചിക്കൻ കൊടുക്കാൻ മേടിക്കില്ല. ബാക്കി സാധനങ്ങളെല്ലാം ഉണ്ട്. എല്ലാം വെളിച്ചെണ്ണയ്ക്ക് 120 രൂപ ഒരു കിലോയ്ക്ക്. അത്രേ ഉള്ളൂ. ഇന്നലെ ഞാൻ ഫോണിൽ കണ്ടതാ. നമുക്കൊന്ന് പോയി നോക്കാമായിരുന്നു. നല്ല ചക്കച്ചോള. പഠിച്ചു ചെന്ന് വിളിച്ച് കല്യാണം നമ്മുടെ ഇവിടെ എത്തില്ല. അതാ വീട്ടുപേര് കണ്ടോണ്ടാണോ ഈ പാത്രം വെച്ചേക്കോ? ശശിയുടെ വീട് അതാണ്. ഏതമ്മച്ച പറയുന്നത് കിട്ടി. മതി മോനെ. ഞങ്ങൾ ഞങ്ങളുടെ ചക്ക അങ്ങോട്ട് വൃത്തിയാക്കി. ഇത്രയും ചോളയുണ്ട്. ഉണ്ടായിരിക്കും. മണ്ണില്ലമ്മേ. അമ്മ അങ്ങനെ നമുക്ക് വശം ഉണ്ടായിരിക്കാൻ. കുനുകുന അരിയോ? കുനുകുന അരിയുക ചക്ക വറക്കാൻ. കട്ടി കുറച്ച് അരിഞ്ഞാൽ അതുപോലുള്ള ഗുണമുണ്ടാകും ചക്ക ഉപ്പേരിക്ക്. അവിടെ ചക്കയാണ്. ഞങ്ങൾ ചക്ക അരിഞ്ഞത് രണ്ടായിട്ട് വെച്ചേക്കാണ്. ഇത് അമ്മ അരിഞ്ഞ ചക്ക, ഇത് ഞാൻ അരിഞ്ഞ ചക്ക. ഞാൻ വളരെ കനം കുറച്ച് അരിഞ്ഞത്, അമ്മ കുറച്ച് കട്ടിയിൽ അരിഞ്ഞേക്കുന്നത്. അമ്മ പറയുന്ന മൂപ്പ് നിൽക്കത്തില്ലെന്നാണ് പറയുന്നത്. ഇത് ഞങ്ങൾ ചക്ക വേവിക്കാൻ വെച്ചേക്കുക. അടുപ്പിലാണ് ഞങ്ങൾ ചക്ക വറക്കാൻ പോകുന്നത്. അതിന് ഉരുളി കൊണ്ട് വെച്ചു. നമ്മുടെ ചക്ക ഉപ്പേരി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഉപ്പ് തിളച്ചിട്ടേക്കുമാണ്. ഉപ്പ് പുരട്ടിയില്ല. നമ്മൾ എണ്ണയ്ക്കകത്തിട്ടതിന് ശേഷം ഒരു മൂപ്പ് വന്നതിന് ശേഷം നമ്മൾ ഉപ്പ് തളിച്ചിടും. ഈ സമയം കൊണ്ട് നമ്മുടെ പ്രൊപ്പറേറ്റർ കഴിക്കാൻ പോയിരിക്കുകയാണ്. കൈ എങ്ങനെയാണെന്ന് ഞാൻ വരാം. ഒത്തിരി മൂത്ത് പോയാമേ. തവി മറ്റേ തവി മീനിൻ്റെ അതിൻ്റെ എടുക്കാത്ത ഞാനത്. ഉപ്പേരി പരിപാടി എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ടാറ്റാ, ബൈ ബൈ, സീ യു.